നമസ്കാരം. പി കെ മീഡിയയുടെ ലൈഫ് ചാനൽ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. മാംസഭോജിയായ കാക്കപ്പൂവിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇതൊരു ഇരപിടിയൻ സസ്യമാണ്. കേരളത്തിലെ സസ്യസമ്പത്തിനെക്കുറിച്ച് രചിക്കപ്പെട്ട ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന പുസ്തകത്തിൻ്റെ 9ാം വാല്യത്തിൽ ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ലെൻറ്റിബുലാരേസി കുടുംബത്തിലെ ഇട്രിക്കുലേറിയ ജനുസിൽപ്പെട്ട ഒരു സസ്യമാണ് കാക്കപ്പൂ. കാക്കപ്പൂ എന്ന പേരിൽ കേരളത്തിൽ പരക്കെ അറിയപ്പെടുന്ന മറ്റൊരു സസ്യമാണ് ടൊറേനിയ ബൈക്കളർ എന്നുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ബ്ലാഡർ വർട്ട് എന്ന സസ്യത്തെയാണ്. പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം. ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഇട്രിക്കുലാരിയ റെറ്റിക്കുലേറ്റ എന്നുള്ളതാണ്. മലയാളത്തിൽ ഇതിനെ കാക്കപ്പൂ, നെല്ലിപ്പൂ, കിണ്ടിപ്പൂ, അത്തപ്പൂ, ഓണപ്പൂ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. നെൽവയലുകളിൽ കാണപ്പെടുന്നതിനാലാണ് ഇതിനെ നെല്ലിപ്പൂ എന്ന് വിളിക്കുന്നത്. പൂക്കളത്തിന് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇതിനെ ഓണപ്പൂ, അത്തപ്പൂ എന്നെല്ലാം പറയാറുള്ളത്. ഇതിനെ ഇംഗ്ലീഷിൽ പറയുന്നത് ബ്ലാഡർ വർട്ട് എന്നുള്ളതാണ്. കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം. ലോകത്തിലെമ്പാടും കാക്കപ്പൂവിൻ്റെ കുടുംബത്തിൽപ്പെട്ട വിവിധതരം ചെടികളെ കാണാൻ പറ്റും. ഇന്ത്യയിൽ പലയിടത്തും ഇവ വളരുന്നുണ്ട്. കേരളത്തിലിത് ധാരാളമായി പണ്ട് കണ്ടിരുന്നു. നമ്മുടെ നെൽവയലുകളിലും ഈർപ്പമുള്ള മറ്റു പ്രദേശങ്ങളിലും കാക്കപ്പൂക്കൾ കാണപ്പെടുന്നു. പുല്ലിനോടൊപ്പമാണ് ഇവ കാണപ്പെടാറുള്ളത്. നന്നായി ജലമുള്ള ഇടങ്ങളിൽ കാക്കപ്പൂ നന്നായി വളരാറുണ്ട്. ഉറവയുള്ള പാറകളിലും വയലുകളിലും കാണപ്പെടുന്നു. വയലിൽ വിരിയുന്ന പൂക്കൾക്ക് നല്ല വലിപ്പം ഉണ്ടായിരിക്കുകയും ചെയ്യും. ഇരപിടിക്കുന്ന രീതിയെ നമുക്ക് നോക്കാം. ചെടിയുടെ വേരുകളിൽ കാണപ്പെടുന്ന ചെറിയ അറകൾ ഇവയുടെ സമീപത്തെത്തുന്ന സൂക്ഷ്മജീവികളെ ഭക്ഷിക്കുന്നു. ഒപ്പം വേരിലൂടെ മണ്ണിലെ പോഷകങ്ങളും വലിച്ചെടുക്കുന്നു. സൂക്ഷ്മജീവികൾ മുതൽ ജലച്ചെള്ളുകൾ, കൊതുകിൻ്റെ കൂത്താടികൾ, ചെറുവാൽമാക്രികൾ തുടങ്ങിയ ചെറു ജീവികളെ വരെ കെണിയിൽപ്പെടുത്താൻ ഇവയ്ക്ക് കഴിയും. ഇതിനനുയോജ്യമായ ചെറു സഞ്ചികൾ ഈ സസ്യങ്ങൾക്കുണ്ട്. ഈ സഞ്ചികൾ മിക്കവാറും വേരുകളിലായിരിക്കും, അപൂർവമായ ഇലകളിലും ഉണ്ടാകും. ഈ ഇലകളിലോ വേരുകളിലോ ഉള്ള ബ്ലാഡറുകളുടെ കെണിവാതിലിനോട് ചേർന്നുള്ള സംവേദന രോമങ്ങളിൽ ഇരകൾ സ്പർശിക്കുന്ന മാത്രയിൽ തന്നെ കെണിവാതിൽ തുറക്കപ്പെടുകയും വെള്ളത്തിനോടൊപ്പം ഇരകൾ അകത്തെ ആക്കപ്പെടുകയും ചെയ്യും. ഈ പ്രക്രിയ നടക്കുന്നത് പലപ്പോഴും 1 സെക്കൻഡിൻ്റെ 10,000-ലൊരംശം സമയം കൊണ്ടാണ്. ഇരകളെ ദഹിപ്പിക്കാനുള്ള പ്രത്യേക ദഹനരസം പുറപ്പെടുവിക്കുകയും ഇരകളിലുള്ള പോഷകം വലിച്ചെടുക്കുകയും ചെയ്യും. അതിനുശേഷം ഇരകളുടെ അവശിഷ്ടം ഈ ബ്ലാഡറുകളിൽ തന്നെ സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. പരിസ്ഥിതി മൂല്യത്തെ നോക്കാം. ഇന്ന് നെൽവയലുകളും മറ്റ് പ്രദേശങ്ങളുമൊക്കെ വല്ലാതെ നശിപ്പിക്കപ്പെട്ടതിനാൽ ഇത് വംശനാശ ഭീഷണിയിലാണ്. വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെ പട്ടികയിൽ IUCN ഇവയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രൂപവരണം നോക്കാം. 1/2 മീറ്റർ വരെ ഉയരത്തിൽ വളരാവുന്ന ഒരു ഏകവർഷീയ സസ്യമാണിത്. ഇതിന് 1 തുടങ്ങി 2 സെൻറ്റിമീറ്റർ വരെ നീളമുള്ള ഇടുങ്ങിയ രേഖീയ ആയതാകാര ഇലകളാണുള്ളത്. പൂക്കൾ അകലത്തിൽ കാണപ്പെടും. ഓഗസ്റ്റ് തുടങ്ങി ഒക്ടോബർ വരെയുള്ള മാസങ്ങളിലാണ് ഈ ചെടി സാധാരണയായി പൂവിടാറുള്ളത്. പർപ്പിൾ നിറത്തിലുള്ള പൂക്കളാണ് ഇവയുടേത്. പൂക്കൾക്ക് 2 ചുണ്ടുകൾ പോലെ ഉണ്ടാകും. 1.2 തുടങ്ങി 1.6 സെൻറ്റിമീറ്റർ വരെ നീളമുള്ള വലിയ ചുണ്ട്, ഇരുണ്ട നിറമുള്ള ഞരമ്പുകളുള്ളതാണ്. കൂടാതെ അതിൻ്റെ നടുക്ക് ഇളം നിറമുള്ള മധ്യഭാഗം ഉണ്ടാകും. അതുകൂടാതെ കോണാകൃതിയുള്ള നേരായ ഭാഗത്തിന് 6 മില്ലിമീറ്റർ നീളമുള്ളതായിരിക്കും. ഇനങ്ങളെ നോക്കാം. കാക്കപ്പൂക്കളുടെ ജനസിൽപ്പെടുന്ന ഏതാണ്ട് 233 സ്പീഷീസുകളിൽ 40ഓളം സ്പീഷീസുകൾ ഇന്ത്യയിൽ കാണപ്പെടുന്നുണ്ട്. കേരളത്തിൽ 23 സ്പീഷീസുകൾ കണ്ടെത്തിയിട്ടുണ്ട്. പൊതുപയോഗങ്ങളെ നോക്കാം. ഓണത്തോടനുബന്ധിച്ചുള്ള പൂക്കളത്തിൽ ഉപയോഗിക്കുന്ന പൂക്കളിൽ പ്രധാനമായ പൂവാണ് ഈ കാക്കപ്പൂ എന്ന് പറയുന്നത്. വിശ്വാസവും ആചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം. ഓണപ്പൂക്കളം ഇടുമ്പോൾ പൂരാടം നാളിൽ പൂക്കളം തീർക്കുമ്പോൾ കാക്കപ്പൂ വേണമെന്ന് ഒരു കാലത്ത് വളരെ ആചാരബന്ധിയായ നിർബന്ധമുണ്ടായിരുന്നു. കലയും സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം. അരണ്യങ്ങളുടെ വീട് എന്ന സിനിമയിൽ ഗിരീഷ് പുത്തഞ്ചേരി എഴുതി രവീന്ദ്രൻ സംഗീതം നൽകി പി ജയചന്ദ്രൻ ആലപിച്ച ഗാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ആരംഭിക്കുന്നത്
കാക്കപ്പൂ കൈതപ്പൂ കന്നിപ്പൂ കരയാമ്പൂ കൊന്നപ്പൂ പൂക്കുന്ന നാട്ടിൽ എന്നാണ്. ഉത്സവ ആഘോഷങ്ങൾ എന്ന ആൽബത്തിൽ ശ്രീകുമാരൻ തമ്പി എഴുതി രവീന്ദ്ര മാസ്റ്റർ സംഗീതം നൽകി യേശുദാസും ജാനകി ദേവിയും ചേർന്ന് ആലപിച്ച ഗാനം ആരംഭിക്കുന്നത് പ്രകാരമാണ്: ഒരു നുള്ളു കാക്കപ്പൂ കടം തരാമോ, ഒരു കൂന തുമ്പപ്പൂ പകരം തരാം എന്നുള്ളത്. അത്തപ്പൂ എന്ന ആൽബത്തിൽ ഗിരീഷ് പുത്തഞ്ചേരി എഴുതി രഘുകുമാർ സംഗീതം നൽകി ഉണ്ണിമേനോൻ ആലപിക്കുന്ന ഗാനം ആരംഭിക്കുന്നത് കാക്കപ്പൂ കണ്ടോ എന്നാണ്. ഒരർത്ഥത്തിൽ ഇത് മധ്യവയസ്കരുടെ, ഇപ്പോഴത്തെ മധ്യവയസ്കരുടെ ഒരു നൊസ്റ്റാൾജിയ കൂടിയാണ് ഈ പൂ. കാരണം ഓണക്കാലത്തിൽ ഈ പൂവില്ലാതെ പൂക്കളുണ്ടായിട്ടില്ല. ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് ആശംസിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.